Attendance. Please mark your attendance now. And take your textbook. So, in our previous class, we studied about the different kinds of animals. Okay, different kinds of animals. First one is domestic animal, and the second one is wild animals. Okay, domestic animals means animals we domesticate and we trained it for our different needs. Okay, നമ്മുടെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുറേ മൃഗങ്ങളുണ്ട് അല്ലേ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ട്. The animal around us is called domestic animals. They live with us at our home. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് അല്ലേ? വീട്ടിൽ താമസിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വീടിന്റെ അകത്തല്ല, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അല്ലേ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അനിമൽസ് ഉണ്ട്. That is domestic animals. So domestic animal help us to satisfy our different needs. Okay, നമ്മുടെ കുറേ ആവശ്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മൃഗങ്ങളാണല്ലേ? And which are the domestic animals? Which are domestic animals, Brian? Can you say the names of some domestic animals? Brian? Okay. Cow. Cow. Okay. Parakeet. Parakeet. Goat. Goat. Dog. Rabbit. Horse. Cat. Rabbit. Nest. Hen. Okay. Okay, fine. Cow, parakeet, goat, rabbit, hen, dog, cat, horse, fish. These are domestic animals. Dakshit, Ashni, and Angel Maria, Aman, please turn on your video. Dakshit, please turn on. And Ashni, Angel Maria, ellaru video on cheyide. So it is called domestic animals. Then next one is wild animals. What is wild animal? What is wild animal? What is wild animal? Adijit, what is wild animal? എന്താണ് wild animals? എന്താണ്? Jungle ഉണ്ടാവുന്നതല്ലേ? Wild animals lives in the jungle and they lives in forest and they live with the nature അല്ലേ? They live with the nature and they lives in jungle, forest, കാട്ടിലാണ് അല്ലേ? നമ്മുടെ പ്രകൃതിയിലാണ് അവരുണ്ടാവുക, കാട്ടിലാണ് താമസിക്കുക അല്ലേ? ആ അനിമൽസിനെയാണ് നമ്മൾ എന്ത് വൈൽഡ് അനിമൽസ് എന്ന് പറയുന്നത് അല്ലെ? വന്യമൃഗങ്ങൾ എന്ന് പറയും. They are very dangerous അല്ലെ? വളരെ അപകടകാരികളാണല്ലേ? നമ്മളെയൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും? കടിച്ചു തിന്നുമല്ലേ? ഭയങ്കര ഡേഞ്ചറസ് ആണ് അവര്. സോ വൈൽഡ് ആനിമൽസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വൈൽഡ് ആനിമൽസിനെ കുറിച്ചാണ്. വൈൽഡ് ആനിമൽസ് lives in the jungle. First one is giraffe. Giraffe is a wild animal. And what is the specialty of giraffe? Giraffe is the tallest animal on earth. Okay, it is the tallest animal. അതെന്താണ്? വലിയ നീളമുള്ള ഒരു ആനിമൽ ആണല്ലേ? അതിന്റെ കഴുത്തിന് എന്തുണ്ട്? നല്ല നീളമുണ്ടല്ലേ? നീളമുള്ള കഴുത്താണ് ജിറാഫിന് ഉണ്ടാവുക. അതിനിങ്ങനെ നിന്നിട്ട് മരത്തിന്റെ മുകളിലൊക്കെ ഉള്ള എന്താണ് ഇലകളൊക്കെ പെട്ടെന്ന് പറിച്ച് തിന്നാൻ വേണ്ടി പറ്റും അല്ലേ? നമ്മളെപ്പോലെ മരത്തിന്റെ മുകളിൽ കയറി പറിക്കേണ്ട കാര്യമൊന്നുമില്ല. മരത്തിന്റെ മുകളിലുള്ള ഇലയും ഫ്രൂട്ട്സും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെ നിന്നിട്ട് തന്നെ കഴിക്കാൻ പറ്റും. കാരണം എന്താണ്? വലിയ നീളമുള്ള കഴുത്താണ് ഉള്ളത് അല്ലേ? സോ giraffe is the tallest animal on earth. And the next one is tiger. Who is tiger? Tiger. Who is tiger? Tiger is കടുവ അല്ലെ? കടുവയാണല്ലേ? കടുവയാണല്ലേ? So tiger is our, what is the specialty of tiger? What is the
speciality of tiger, Jewel? Jewel, who's a tiger? എന്താണ് tiger? എന്താണ്? കടുക്. കടുകല്ലടാ. കടുകാണോ ടൈഗർ? എന്ത് കടുകാണ്? എന്ത് കടുകാണ് ജുവലെ? ടൈഗറിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? മിസ് നേരത്തെ പറഞ്ഞല്ലോ എന്തോ ഒരു ആനിമൽ ആണ് എന്നൊക്കെ. ഓർമ്മയുണ്ടോ നോക്കിയേ? എന്താണ്? ആരാണ് പറയുന്നത് നോക്കട്ടെ? ആർക്കാണ് അറിയാം വേറെ? നമ്മുടെ ആരാണ്? ആഷ്നി പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ആഷ്നി പറയാന്ന് പറയുന്നുണ്ട്. എന്താ മോളെ ആഷ്നി? വാട്ട് ഇസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ടൈഗർ? ആനിമൽ ആണ്. നാഷണൽ ആനിമൽ. ഓക്കെ, വെരി ഗുഡ്. ടൈഗർ ഈസ് അവർ നാഷണൽ ആനിമൽ ആണ് കേട്ടോ ജ്വൽ. ടൈഗർ നമ്മുടെ നാഷണൽ animal ആണ്. Tiger is our national animal. So the next animal is bear. നമ്മൾ ബിയറിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ഒക്കെ ടെഡി ബിയർ കണ്ടു അല്ലേ? So bear is a wild animal. It lives in jungle. ജംഗിളിലാണ് താമസിക്കുക. It has എന്തൊക്കെ ഉണ്ട് അതിന്? A big body അല്ലേ? നല്ല വലിയ ശരീരമാണ് അതിന്. പിന്നെ അതിൽ എന്തൊക്കെയുണ്ട്? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറെ ഹെയർ ഉണ്ടല്ലേ? സോഫ്റ്റ് ഹെയർ ആണ്. നല്ല സോഫ്റ്റ് ഹെയർ ആണ് അതിന്റെ ദേഹത്തുള്ളത്. നമ്മുടെ പൂച്ചേനൊക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രോമം ഉണ്ടാവും അല്ലേ? സോഫ്റ്റ് ഹെയർ ഉണ്ട് അതിന്. Then the fourth one, which animal is that? The fourth picture, ഏത് ആനിമൽ ആണത്? നാലാമതുള്ള ഒരു ചിത്രം. ഒരു ബ്ലാക്ക് കളറിൽ കാണാൻ ഒട്ടും ഭംഗിയൊന്നും ഇല്ലാത്ത ഒരു മൃഗമുണ്ട് അല്ലേ? എന്താണത്? Which animal is that, Eva? Which animal we can see in the fourth picture? Zebra. എന്ത് ആനിമൽ ആണ്? Zebra. ഓ, സീബ്ര ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, അതിന്റെ ഇടയിൽ സീബ്ര ഉണ്ട് അല്ലേ? സീബ്രനെ ശ്രദ്ധിച്ചില്ല മിസ്. ഹിപ്പോന്റെ കാര്യ പറഞ്ഞതേ. ഓക്കെ, സീബ്ര. ഫോർത്ത് ഉള്ളത് ആരാണ്? സീബ്രയാണ് അല്ലേ? സീബ്രനെ എന്താണ് പറയാ? വേറൊരു പേരുണ്ടല്ലോ സീബ്രയ്ക്ക്. എന്താണത്? എന്താണ്? വരയൻ കുതിര എന്ന് പറയൂ അല്ലേ? അതിന്റെ ദേഹത്ത് നിറയെ എന്തുണ്ട്? ലൈൻ ഉണ്ടല്ലേ? കുറെ ലൈൻസ് ഇങ്ങനെ ഉണ്ട്. നല്ല വരയുള്ള ലൈൻസ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ സീബ്രനെ? നിങ്ങൾക്ക് ഇഷ്ടായോ അതിനെ? ഓക്കെ, നല്ല ഭംഗിയാണ് സീബ്രനെ കാണാൻ. അപ്പോ ഇറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ, എ കോമ്പിനേഷൻ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ. ആൻഡ് ഈ സീബ്ര ലൈൻസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള വര എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്ലാക്കും വൈറ്റും ലൈൻസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പോകുമ്പോ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ബ്ലാക്കും വൈറ്റും ലൈൻസ് ഇങ്ങനെ ഇട്ട് വെച്ചത് കണ്ടിട്ടുണ്ടോ? അൻവി, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടത്? റോഡിന്റെ മുകളിൽ കണ്ടിട്ടുണ്ട് അല്ലേ? റോഡിന്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. ആണോ അക്ഷര? മോള് കണ്ടിട്ടുണ്ടോ റോഡിന്റെ മുകളിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുള്ളത്? ആ, എന്താണ് അതിനെ പറയാ? സീബ്ര ലൈൻ, സീബ്ര ക്രോസിംഗ് എന്ന് പറയല്ലേ? റോഡിന്റെ നടുവിൽ എന്താണ്? വൈറ്റും ബ്ലാക്കും ഇങ്ങനെ സീബ്രയുടെ പുറത്തുള്ള പോലെ ലൈൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് സീബ്ര ക്രോസ് എന്ന് പറയുന്നത്. സീബ്രയുടെ മുകളിൽ അങ്ങനെയാണ് അല്ലെ? അപ്പൊ നമ്മൾ എവിടെയെങ്കിലും നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സീബ്ര ക്രോസിലെ കൂടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റോഡ് ക്രോസ് ചെയ്യേണ്ടത് അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് സീബ്ര ക്രോസ് ഇട്ട് വെച്ചിട്ടുള്ളത്. സോ the fourth one is zebra, വരയൻ കുതിര എന്ന് പറയുന്നല്ലേ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹോഴ്സ്. ഇറ്റ്സ് എന്താണ്? കുതിരയുടെ ഒരു ടൈപ്പ് തന്നെയാണ് അല്ലേ? പക്ഷെ വൈൽഡ് ആനിമൽ ആണ്. ഹോഴ്സ് എന്താണ്?
Horse is a domestic animal and zebra is a wild animal. Okay. Then fourth one is zebra. എന്താണ് Jude? What is that in your hand? Is it a teddy bear? Judeന്റെ teddy bear ആണോ അത്? ആണോ Jude? ആണല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട്. അത് എടുത്തു വെക്കുക കേട്ടോ. ശ്രദ്ധിക്കുക മിസ് എന്താ പറയുന്നേന്ന്. And the fourth one is zebra. And next one, hippo. That is the fifth one, hippo. Who is that? That is hippo. കാണാൻ ഒട്ടും ഭംഗിയൊന്നുമില്ല അല്ലെ? ഹിപ്പോ, ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയും അല്ലെ? നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടോ? Do you see a hippo before? മുമ്പ് എപ്പോഴെങ്കിലും ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല അല്ലെ? ഓക്കെ, നോ പ്രോബ്ലം. ഹിപ്പോ ഇസ് എ വൈൽഡ് ആനിമൽ. ഹിപ്പോയും എന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലെ? യാൻദേവ് കണ്ടിട്ടുണ്ടോ? ഹിപ്പോനെ കണ്ടിട്ടുണ്ടോ? യാൻദേവ് സൂവിൽ പോയപ്പോ കണ്ടിട്ടുണ്ടോ? ആണല്ലേ? ആ, ഹിപ്പോനെ കാണാൻ നല്ല ഭംഗിയാണോ? ഇല്ല, കാണാൻ ഒട്ടും ഭംഗിയില്ലേ? എങ്ങനെയാണ് ഹിപ്പോ? എന്താണ്? ആ, വെള്ളത്തിലുണ്ടാവും അല്ലേ? വെള്ളത്തിലുണ്ടാകാറുണ്ട്. ഇപ്പൊ എന്താണ്? വെള്ളത്തിലൊക്കെ കിടന്നിട്ട് കാണാറുണ്ട് നമ്മളല്ലേ? ഓക്കെ. സോ ഫോർത്ത് വൺ ഇസ് ഹിപ്പോ. ഹിപ്പോ അല്ലേ? ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയും. ഹിപ്പോ. So hippo is another wild animal. And the next one is, what is that? That is snake. Snake. Snake നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? Snake. What is snake? Snake എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് അമ്മൻ? Snake എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് snake? Aman, please unmute. Snake. Snake. What is snake? Snake നെ കണ്ടിട്ടുണ്ടോ? എന്താണ് snake? പാമ്പ്. പാമ്പ് അല്ലേ? പാമ്പിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാരും. കണ്ടിട്ടുണ്ടോ? 6 പേരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോ കാട്ടിലും ചിലപ്പോഴൊക്കെ വീട്ടിലും ഉണ്ടാകാറുണ്ട് അല്ലേ? വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഇറ്റ് ഈസ് എന്താണ്? വെനമസ് ആണല്ലേ? അതിന് വിഷമുണ്ട് അല്ലേ? സ്നേക്കേഴ്സ് വെനമസ്. ആൻഡ് പാമ്പ് കടിച്ചാൽ എന്താണ്? പെട്ടെന്ന് അപകടം പറ്റുമല്ലേ? അതുകൊണ്ട് പാമ്പിനൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് നന്നായിട്ട് സൂക്ഷിക്കണം അല്ലേ? സോ snake. Snake is a wild animal. So പാമ്പ്. പാമ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അതിങ്ങനെ അതിന്റെ ശരീരം വെച്ചിട്ട് എഴഞ്ഞെഴഞ്ഞാ പോവുക അല്ലെ? നമ്മളെ പോലെ കാലം കൊണ്ട് നടന്നിട്ടാണ് പോവാറ്. പാമ്പിന് കയ്യും കാലൊക്കെ ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ള പാമ്പിന് കയ്യും കാലും ഒക്കെ ഉണ്ടോ? ബാക്കിയുള്ള ആനിമൽസിനൊക്കെ മിക്കവാറും എന്താണ്? ബാക്കിയുള്ള വൈൽഡ് ആനിമൽസിനൊക്കെ കയ്യും കാലും ഒക്കെ ഉണ്ട്. പാമ്പിന് എന്താണ്? ഒരു ബോഡി മാത്രമേ ഉള്ളൂ അല്ലേ? ആ ബോഡി വെച്ചിട്ട് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞാണ് പാമ്പ് പോവാറല്ലേ? എങ്ങനെയാണ് പാമ്പ് പോവാറ്? ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോവല്ലേ? അതിന്റെ ബോഡി, അതിന്റെ വയറ് വെച്ചിട്ട് നിലത്ത് കൂടെ ഇങ്ങനെ എഴഞ്ഞിട്ടാണ് പാമ്പ് പോവാറുള്ളത്. സോ സ്നേക്ക് ഈസ് അനദർ വൈൽഡ് ആനിമൽ. ദാ അമ്മാൻ കാണിക്കുന്നത് പാമ്പ് ദാ ഇങ്ങനെയാ പോകുന്നതെന്ന്. എങ്ങനെയാ അമ്മാൻ പാമ്പ് പോകുന്നത്? ഒന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. അങ്ങനെയാണ് അമ്മാനിപ്പോ അവിടെ കണ്ടോ? ഇതാ അങ്ങനെയാണ് പാമ്പ് പോകുന്നതല്ലേ? ഇങ്ങനെ നമ്മുടെ ആൻഡ്രിയ തെരേസ് ഇപ്പൊ കാണിക്കുന്നുണ്ട്. ആൻഡ്രിയ, എങ്ങനെയാ പാമ്പ് പോകുന്നത് മോളെ? എങ്ങനെയാണ്? അങ്ങനെയാണല്ലേ? വെരി ഗുഡ്. അങ്ങനെയാണ് പാമ്പ് പോവാറുള്ളത്. നമ്മുടെ ദക്ഷിത്ത് പാമ്പ് പോകുന്ന പോലെ പോകുന്നുണ്ട് അവിടെ കിടന്നിട്ട്. ഒന്ന് നോക്കി എല്ലാരും കാണുന്നുണ്ടോന്ന്. ദക്ഷിത്ത് അവിടെ കിടന്നിട്ട് പാമ്പ് എഴിഞ്ഞു പോകുന്ന പോലെ പോകുന്നുണ്ട്.
നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ട് ദക്ഷിത്തെ. അങ്ങനെയാണ് എന്ത് പാമ്പ് പോവാറുള്ളത് അല്ലേ? ദക്ഷിത്ത് പോകുന്ന മാതിരി നിലത്തിൽ കൂടെ ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞാണ് പാമ്പ് പോവാറുള്ളത്. സോ snake is a wild animal. And the next one is crocodile. Crocodile. What is crocodile, Dion? Dion Jake. What is crocodile? Crocodile എന്താണ്? Unmute ചെയ്തേ. Look at that picture. What is crocodile? എന്താണത്? മുതല അല്ലേ? മോൻ ക്രോക്കഡൈലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ. ദാറ്റ് ഈസ് crocodile. Crocodile is a wild animal. Okay. Crocodile is a wild animal. It lives in water. മിക്കവാറും സമയത്ത് വെള്ളത്തിലാണ് ഉണ്ടാവാറ്. പക്ഷെ എന്നാലും എവിടെയാണ്? കരയിലും ഉണ്ടാവും അല്ലെ? വെള്ളത്തിൽ മാത്രമൊന്നല്ല. എന്നാലും അതിന് ജീവിക്കാൻ എന്ത് വേണം? മിക്കപ്പോഴും വെള്ളം വേണം. ഈ പാമ്പ് ഇതുവരെ എഴഞ്ഞു കഴിഞ്ഞില്ലേ? പാമ്പ് ഇപ്പോഴും എഴഞ്ഞുകൊണ്ടിരിക്കുകയാണോ ദക്ഷിത്തെ? മതി, ഇനി അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചേ. പാമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ദക്ഷിത്തെ, മതി കേട്ടോ. എഴഞ്ഞു തീർന്നു. ഇനി ബാക്കി നാളെ. അവിടെ നേരെ ഇരിക്ക്. ഓക്കെ. ദക്ഷിത്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് പാമ്പ് പോകുന്ന പോലെ. ഓക്കെ, ഇപ്പൊ അവിടെ ഇരുന്നു. സോ ക്രോക്കഡൈൽ. ക്രോക്കഡൈലും എന്താണ്? വൈൽഡ് ആനിമൽ ആണല്ലേ? ക്രോക്കഡൈല് മിക്കപ്പോഴും വെള്ളത്തിലൊക്കെയാണ് ഉണ്ടാവുക. മുതല എന്നാണ് ഇതിന് പറയാ അല്ലേ? മുതല വെള്ളത്തിലാണ് മിക്കവാറും ഉണ്ടാകാറ്. എന്നാൽ കരയിലേക്കും വരാറുണ്ട് അല്ലേ? മിക്കപ്പോഴും അതിങ്ങനെ ഉറങ്ങിയ പോലെ കിടക്കുക ചെയ്യാറ്. പിക്ചറിൽ കണ്ടോ? ഉറങ്ങിയ പോലെ കിടക്കുന്നുണ്ടല്ലേ? പക്ഷെ ഉറങ്ങുന്നയാണോ? അല്ല, ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കാണ്. എന്നിട്ട് എന്തിനാണ്? ആരെങ്കിലും വന്നിട്ട് വേണം ഒറ്റ കടിച്ചിട്ട് അവരെ കൊല്ലാൻ വേണ്ടിട്ട്. അതുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. യാൻദേവും പാമ്പ് പോകുന്ന പോലെ പോവാണോ യാൻദേവേ? ആണോ? അതാ കണ്ട, യാൻദേവും പോകുന്നുണ്ടേ പാമ്പിനെ പോലെ. ഓക്കെ, ഫൈൻ. ദെൻ സോ നമ്മൾ കുറെ വൈൽഡ് ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു. ആരൊക്കെയാണ്? ജിറാഫ്, ടൈഗർ, ബെയർ, zebra, hippo, snake, crocodile. These are wild animals. Wild animals means animals lives in jungle, forest. Okay. കാട്ടിൽ താമസിക്കുന്ന ആനിമൽസ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്. The next one is lion. Lion. What is lion? Lion എന്ന് വെച്ചാൽ എന്താണ്? കശ്യപ്. What is lion? എന്താണ് ലയൺ? അൺമ്യൂട്ട് ചെയ്ത കശ്യപേ. കശ്യപ് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യാനൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാനൊക്കെ. എന്താണ് കശ്യപേ ലയൺ? പ്ലീസ് അൺമ്യൂട്ട്. ഇതെന്താണ്? ലയൺ ആണോ അത്? കശ്യപിന്റെ അടുത്ത് ലയൺ ഉണ്ടല്ലോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ. ലയൺ എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ലയൺ എന്ന് വെച്ചാൽ എന്താണ്? അതിന് വേറൊരു പേരുണ്ടല്ലോ. എന്താ അത്? സിംഹം. സിംഹം എന്നാണോ പറയാറ്? സിംഹം. ഓക്കെ. അഭിജിത്ത്, എന്താണ് ലയൺ? വാട്ട് ഇസ് ലയൺ? സിംഹം. എല്ലാവർക്കും സിംഹമാണ് അല്ലെ? അക്ഷര, എന്താണ് ലയൺ? വാട്ട് ഇസ് ലയൺ? സിംഹം. ഓക്കെ. What is lion? The Malayalam name of lion? എന്താണ് മോളെ? ജനീവ, എന്താണ് ലയൺ? സിംഹം. Okay, then Ashni.
Singham. Okay. Then Rida. What is lion? Rida. Okay. Singham. Okay. Then Yandev. What is lion? Singham. Okay. Then Dakshit. What is lion? Dakshit. Lion. Okay. Singham. Okay. Vaishnav. What is lion? എന്താണ് വൈഷ്ണവേ ലയൺ? സിംഹം. മുഹമ്മദ് സഹൽ ലയൺ എന്ന് വെച്ചാൽ എന്താണ്? സിംഹം. സിംബാണോ? ആണല്ലേ? ഓക്കെ ആണ്. Then Arnav, what is lion? Singham. Okay. Then Hisa Anwar, what is lion? Lion എന്ന് വെച്ചാൽ എന്താണ് മോളെ? എന്താണ്? Please unmute. എന്താണ്? ലയൺ എന്ന് വെച്ചാൽ എന്താണ്? എന്താണ്? ഹിസ റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഹിസയ്ക്ക് ഹിസ പറയുന്നതൊന്നും മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല. സോ ആൻഡ്രിയ തെരേസ്, വാട്ട് ഇസ് ലയൺ? സിംഹം. ഓക്കെ. എന്താണ് ആൻഡ്രിയ? നല്ല ചിരിയാണല്ലോ ആൻഡ്രിയ, അടിപൊളി ചിരിയാണ്. അമാൻ, വാട്ട് ഇസ് ലയൺ? Okay, സിംഹം. Then Anvi, what is lion? Okay, Simham. Then Angel Maria Prince, what is lion? Angel Maria miss കാണുന്നേ ഇല്ലല്ലോ, തല മാത്രമേ കാണുന്നുള്ളൂ. Okay. അൺമ്യൂട്ട് ചെയ്ത മോളെ. അൺമ്യൂട്ട് ആവുന്നില്ലല്ലോ മോളെ. Okay, then Dion, what is lion? Simba. Okay. Then Brian, turn on your video please. Okay, what is lion, Brian? Where are you? Brian പോയോ? Okay, fine. Okay. So അപ്പൊ നമ്മള് ലയണിനെ കുറിച്ചാ പറഞ്ഞത് അല്ലെ. ലയൺ എന്താണ്? സിംഹമാണോ? സിംഹമാണോ? എന്താണ്? സിംഹമാണല്ലേ. സിംഹം. Okay, lion. The next one is a rhino. What is rhino? Rhinocer. കാണ്ടാമൃഗം അല്ലേ. അതിനെന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത്? അതിന്റെ മൂക്കിന്റെ അവിടെ വലിയൊരു കൊമ്പാണുള്ളത് അല്ലേ, മുകളിലേക്ക്. That is rhinoceros. Rhino ആണല്ലേ അത്, rhino. So these are wild animals.
Look at that picture and read its names. Giraffe, tiger, bear, zebra, hippo, snake, crocodile, lion, and rhino. These are wild animals. So today we studied about the different kinds of animal. The first one is domestic animal and the second one is wild animal. Domestic animal means animals live us with our home, at our home, and the animals we trained and domesticated it for satisfy our personal needs. And then wild animals are the animals lives in jungle or lives in forest is called wild animals. Cow, parakeet, goat, rabbit, hen, dog, cat, horse, fish are domestic animals, and wild animals are giraffe, bear, tiger, hippo, snake, zebra, crocodile, lion, rhino are wild animals. Okay. So next class il varumbo endu cheya nannayittu endu cheyanam idinte okka pere vaaichu nokkittu vara and take the next page number 125. Please take the page number 125. Then here is the picture of a jumbo. ഇവിടെ എന്താണ് ഒരു ജംബോയുടെ പിക്ചർ ഉണ്ടല്ലേ? Who's a jumbo? Jumbo is a elephant. It's a picture of an elephant. And color the jumbo for your next class. Okay. ഈ ജംബോനെ എന്ത് ചെയ്യാ? നന്നായിട്ട് കളർ ചെയ്ത് ഭംഗിയാക്കിയിട്ട് മിസ്സിന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ജംബോയുടെ ഫോട്ടോ നല്ല ഭംഗിയായിട്ട് ഈ പിക്ചർ നന്നായിട്ട് കളർ ചെയ്ത് എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ. ഓക്കെ. Then മിസ് വൈൻഡ് അപ്പ് ചെയ്യട്ടെ.